വിവാഹം വിവാഹം എന്തിനു വേണ്ടിയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ പറയും, ചിലരെന്നല്ല, പെൺകുട്ടികളെ സംബന്ധിച്ച് വീട്ടുകാർ പറയും, അവളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് ഏൽപ്പിച്ചിട്ട് വേണം സമാധാനമായിട്ടിരിക്കാൻ എന്ന് പറയും പെൺകുട്ടികളുടെ കാര്യത്തിൽ. ആൺകുട്ടികളുടെ കാര്യത്തിൽ എവിടെ നിന്നെങ്കിലും ഒരു പെൺകൊച്ചിനെ കിട്ടിയാൽ മതി, ഇങ്ങനെ പറയുന്നല്ലേ. പറ്റിയൊരു പെൺകുട്ടിയെ വേണം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രണ്ടുപേർക്കും അല്ലല്ലോ വിവാഹം കഴിക്കേണ്ടത്. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ചിന്താഗതികൾ. വിവാഹം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കൺസെപ്റ്റുകളുണ്ട്. ഇപ്പം എന്തിനു വേണ്ടി വിവാഹം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരാൾ അല്ലേ, നമ്മളുടെ ചില ഒറ്റപ്പെടലിന് കൂട്ടായിട്ടൊരാൾ, പിന്നെ നമുക്ക് സ്വന്തമായൊരു കുടുംബം, കുട്ടികൾ, ബന്ധുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു അല്ലേ. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പയ്യൻ വിവാഹം കഴിക്കുമ്പോൾ വീണ്ടും ബന്ധുബലം കൂടുകയാണ്. അപ്പോൾ അത് ഉണ്ട്. പിന്നീട് എന്താണ്, പുതിയ പുതിയ യാത്രകൾ, അനുഭവങ്ങൾ, പുതിയ പുതിയ സന്തോഷങ്ങൾ, ചില ദുഃഖങ്ങൾ, ഇതെല്ലാം ചേരും വിവാഹം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ പ്രായം കൂടി വരുന്നു, അപ്പം ടെൻഷൻ, അതിൻ്റെ വേറെ ടെൻഷനുകൾ. പിന്നെ ഇപ്പോൾ ഓരോ പ്രായത്തിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ. അങ്ങനെ ഓരോ കടമ്പകൾ കഴിയുന്നു. പിന്നീട് നമ്മളെന്താണ്, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു കൂട്ടാവശ്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിത പങ്കാളി അതിനെല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കാണും. നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെയും പ്രശ്നങ്ങളാണ്. ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നാൽ അവർ നമ്മളെ വേണ്ട വിധത്തിൽ നോക്കണം. ഇങ്ങനെയൊക്കെയാണല്ലേ. പിന്നീട് എന്താണ്, ചിലർക്ക് അത് ചിലപ്പോൾ പല രീതിയിലാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ വിവാഹത്തിൽ പൊതുവെ ഇങ്ങനെയാണ്, ഒരു കൂട്ട് എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നതെങ്കിലും ആ കൂട്ട് എത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അതാണ് വിവാഹത്തെ സംബന്ധിച്ച്. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിവാഹ ജീവിതം എന്നൊരു ഭാഗ്യമാണ്, എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത്. ചിലർക്ക് നല്ല രീതിയിലുള്ള ജീവിതം, ചിലർക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ, ചിലർക്ക് വളരെ ദുരിതപൂർണമാകും. പക്ഷെ എന്നിരുന്നാലും വിവാഹം ആവശ്യമുള്ളവർക്ക്, ആവശ്യമില്ലെങ്കിൽ കഴിക്കുകയേ വേണ്ട. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കല്ല. നിങ്ങൾക്ക് എപ്പോൾ വിവാഹം കഴിക്കണം അപ്പോൾ കഴിച്ചാൽ മതി. പക്ഷേ വിവാഹം കഴിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വേണം ഒരു വിവാഹ ജീവിതം നയിക്കാൻ തുടങ്ങാനായിട്ട്. ഇല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടിക്കും ബുദ്ധിമുട്ട്, നിങ്ങൾക്കും ബുദ്ധിമുട്ട്, രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് അതിനപ്പുറം ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനാണെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കരുത്. അല്ല, ജീവിതം ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും ഉണ്ടാകും. രണ്ട് വ്യത്യസ്ത മനസ്സുള്ള, രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത കൾച്ചറിൽ നിന്നുള്ള ആളുകൾ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. അപ്പം പ്രശ്നങ്ങളുണ്ടാകും. അതിൽ നിന്ന് ഒളിച്ചോടരുത്, പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ, വിവാഹം കഴിക്കാവുള്ളൂ. പിന്നെ ഒരിക്കലൊരു ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെട്ടേക്കാം എന്നൊന്നും വിചാരിക്കുക വേണ്ട. എല്ലാം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം മാത്രമാണ്. അതൊക്കെ മനസ്സിനെ പ്രശ്നം ഉണ്ടാക്കിക്കല്ലേ. മനസ്സൊരു പാവമല്ലേ, അതിനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ സ്വന്തം മനസ്സല്ലേ.